ഹോസ്പിറ്റലിൻ്റെ മറ്റ് ഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ വളരെ ഡിഫറെൻ്റ് ആയിട്ട് അഞ്ജലിക്ക് തോന്നി. ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നേരെ നോക്കുന്നത് ഒരു നീണ്ട ഇടനാഴിയിലേക്കാണ്. ആ നീണ്ട ഇടനാഴിയിലാണെങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ളൊരു ലൈറ്റിങ്ങോ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീലില്ല. വേറെ ഏതോ ഹോസ്പിറ്റലിലേക്ക് ചെന്ന പോലെ. അഞ്ജലി ഒന്നും മടിച്ചിട്ടാണെങ്കിലും ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി. വളരെ അരണ്ട വെളിച്ചം. അവൾ ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയതും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഹസ്ബൻഡ് അവളെ തട്ടി മാറ്റി ഓടി ഇടനാഴിയുടെ ഏറ്റവും അറ്റത്തുള്ള റൂമിലേക്ക് കയറി വാതിലടച്ചു. അഞ്ജലി പെട്ടെന്നൊന്ന് സ്റ്റക്കായി. ഇയാളിപ്പോൾ എന്തിനാ ഓടി അങ്ങോട്ട് കയറി? ഞാനും കൂടെ ഒരുമിച്ച് വന്നാൽ പോലെ എന്നൊരു തോട്ടമൊക്കെ വന്നു. അവളോർത്ത് ഓക്കെ ഫൈൻ, വൈഫിൻ്റെ സിറ്റുവേഷൻ എമർജൻസി ആണല്ലോ, അതായിരിക്കും എന്നോർത്ത് അവളും മെല്ലെ പയ്യെ ഓരോ റൂംസ് കവർ ചെയ്ത് ഫ്രണ്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അവൾ അങ്ങനെ ഫസ്റ്റ് റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. ആ റൂം കവർ ചെയ്തു. അവൾ ആ റൂം കവർ ചെയ്തു. ആ കവർ ചെയ്ത റൂമിൽ വളരെ ആരെ വെച്ചേക്കും, എന്നെ രക്ഷിക്കൂ, എനിക്ക് വേദനിക്കുന്നു, അയ്യോ ഞാനിപ്പം മരിക്കും എന്ന് പറഞ്ഞ് ആരും വളരെ അലറി ഒരു സ്ത്രീ ഒച്ച വയ്ക്കുന്ന പോലെ. അപ്പോൾ പെട്ടെന്ന് അഞ്ജലി ഞെട്ടി തിരിഞ്ഞു നോക്കി. ഓക്കെ, അയ്യോ അവളൊരു നഴ്സാണ്, സോ അതിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ അവൾ വേഗം ആ ഡോർനോബ് ഓപ്പൺ ചെയ്തു അകത്തേക്ക് നോക്കി. അവളത് ഓപ്പൺ ചെയ്തതും സ്വിച്ച് ഇട്ട പോലെ ആ ഒച്ച നിന്നു. ചുറ്റും നിശബ്ദത. അതിൻ്റെ അകത്ത് ആ ഒച്ച വെച്ച സ്ത്രീയോ ആരുമില്ല, വെറുതെ ബെഡ് മാത്രം, ഹോസ്പിറ്റൽ ബെഡ് മാത്രം അവിടെ. അവൾ പെട്ടെന്നൊന്ന് സ്റ്റക്കായി. ഇതെന്താ ഇങ്ങനെ? അപ്പം ഞാൻ കേട്ടതാണല്ലോ എന്നവൾ പെട്ടെന്ന് ആലോചിച്ചു. അപ്പോൾ അവൾക്ക് തോന്നി ഓക്കെ ഫൈൻ, ചിലപ്പോൾ ആ അറ്റത്ത് അയാളുടെ വൈഫ് കരയുന്നത് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തതായിരിക്കും, തോന്നലായിരിക്കും, ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആവും എന്നവളുടെ ലോജിക്കൽ മൈൻഡിൽ അവൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു തോട്ട് വന്നു. അവൾ ആ ഡോറ് ക്ലോസ് ചെയ്തു, ഫ്രണ്ടിലേക്ക് നടന്നു. അങ്ങനെ അവൾ ഓരോ ഡോറും മറികടന്ന് ഫ്രണ്ടിലേക്ക് പോയി തുടങ്ങി. അവൾ ഓരോ ഡോറ് കവർ ചെയ്യുമ്പോഴും അവളുടെ ബാക്കിലുള്ള ഡോറിൻ്റെ ഉള്ളിൽ നിന്ന് അലറിയ സ്ത്രീ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ ഇത്തവണ അഞ്ജലി തിരിഞ്ഞു നോക്കാനോ ഡോറ് തുറന്നു നോക്കാനോ ഒന്നും നിന്നില്ല. അവളുടെ ലക്ഷ്യം ആ ഹസ്ബൻഡ് കയറിപ്പോയ റൂമായിരുന്നു. അങ്ങനെ 7 ഡോർസും കവർ ചെയ്തു 8ാമത്തെ ഡോറിൻ്റെ ഫ്രണ്ടിൽ അഞ്ജലി. പക്ഷേ ആ ഹസ്ബൻഡ് പറഞ്ഞ പോലെ അവിടെ വൈഫിൻ്റെ അലറി കരച്ചിലോ അങ്ങനെ ഒന്നും അവൾക്ക് ഫീൽ ചെയ്തില്ല. മറ്റുള്ള റൂമുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഐസൊലേറ്റഡ് ആയി, കുറച്ചും കൂടി സൈലൻ്റ് ആയ ഒരു ഫീലാണ് ആ റൂമിനുണ്ടായിരുന്നത്. അങ്ങനെ അഞ്ജലി മെല്ലെ ആ റൂമിൻ്റെ ലോക്ക് തുറന്ന് അകത്തേക്ക്